വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. SBI നൽകിയ വിവരങ്ങൾ അതേപടിയാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഏത് കമ്പനികൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് നൽകിയെന്ന സുപ്രധാന വിവരങ്ങൾ ഇതിൽ നൽകിയിട്ടില്ല. രണ്ടു ഭാഗങ്ങളിലായി SBI നൽകിയ വിവരങ്ങൾ അതേപടിയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരു പട്ടികയിൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരങ്ങളും മറ്റൊരു പട്ടികയിൽ ബോണ്ട് പണമാക്കിയ പാർട്ടികളുടെ വിവരങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-നകം ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശമെങ്കിലും വ്യാഴാഴ്ച വൈകിട്ടോടെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പുറത്തുവിട്ടു. നിലവിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ BJPക്ക് ഈ വിഷയത്തിൽ കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത്. മുൻ റിപ്പോർട്ടുകൾ ശരിവെക്കും വിധം ഏറ്റവുമധികം പണം ലഭിച്ചതും BJPക്ക് തന്നെ. 2019 ഏപ്രിൽ 1-നും 2024 ഫെബ്രുവരി 15-നും ഇടയിൽ 22,130 ബോണ്ടുകൾ പാർട്ടികൾ പണമാക്കി. BJP, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, BJD, DMK തുടങ്ങിയ പാർട്ടികളാണ് പട്ടികയിലുള്ളത്. BJPക്ക് മാത്രം 6,060 കോടി രൂപയാണ് ലഭിച്ചത്. ഇടതു പാർട്ടികളായ CPM-ഉം CPI-യും ബോണ്ട് സ്വീകരിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. 337 പേജുള്ള കമ്പനികളുടെ പട്ടികയിൽ രാജ്യത്തെ മുൻനിര കമ്പനികളായ വേദാന്ത, എയർടെൽ, ITC, സൺഫാർമ, ബജാജ് ഓട്ടോ, സ്പേസ് ജെറ്റ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും അധികം തുക നൽകിയിരിക്കുന്നത് ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ആണ്. വാക്സിൻ കമ്പനിയായ ഭാരത് ബയോടെക്കും പണം നൽകിയിട്ടുണ്ട്. ആദായ നികുതി വകുപ്പ് നടപടി നേരിട്ട മെഗാ എഞ്ചിനീയറിംഗ് വർക്ക്സ് 980 കോടി രൂപ സംഭാവന നൽകി. നിരവധി ഖനിക്കമ്പനികളും പണം നൽകിയിട്ടുണ്ട്. ഗ്രാസിം ഇൻഡസ്ട്രീസ്, ലക്ഷ്മി മിത്തൽ, PVR എന്നീ കമ്പനികളാണ് ഏറ്റവും അധികം തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ അദാനിയും റിലയൻസും ആ പേരുകളിൽ ബോണ്ട് വാങ്ങിയതായി ലിസ്റ്റിൽ തന്നെയില്ല. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധിയിൽ പരിഷ്കരണം ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ വൈകിട്ട് സമീപിച്ചിട്ടുണ്ട്. കമ്മീഷൻ സീൽ കവറിൽ നൽകിയ വിവരങ്ങൾ തിരികെ വേണമെന്ന ആവശ്യം നാളെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. അതോടെ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത കൈവരും. ജനാധിപത്യ സംവിധാനത്തെ തകർത്തെറിയാൻ ശ്രമിക്കുന്ന പാർട്ടികളും വ്യക്തികളും പ്രത്യയശാസ്ത്രങ്ങളും മറനീക്കി പുറത്തുവരും. വരും ദിവസങ്ങളിൽ ആ ചിത്രം കൂടുതൽ വ്യക്തമായി കാണാൻ രാജ്യത്തെ ഓരോ പൗരനും കഴിയട്ടെ.